നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. പോർച്ചുഗൽ ആരാധകർക്കും ലോകമെമ്പാടുമുള്ള റൊണാൾഡോ ആരാധകർക്കും ആവേശമായി പോർച്ചുഗൽ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ കടന്നിരിക്കുകയാണ്. ആവേശകരമായ മത്സരത്തിനൊടുവിലാണ് പോർച്ചുഗൽ ക്രൊയേഷ്യയെ തകർത്തത്. ഈ ലോകകപ്പിന് ശേഷം റൊണാൾഡോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നാണ് സഹോദരി കാറ്റിയ അവേറോ ഈ മത്സരം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞത്. ഈ സഹോദരിയുടെ അഭിമുഖം TV-യിൽ സംപ്രേഷണം ചെയ്തതും ഈ മത്സരം തുടങ്ങുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു. അതേസമയം തന്നെയായിരുന്നു എതിർ ടീമുണ്ടായ ക്രൊയേഷ്യൻ താരം ലൂക്ക മോഡ്രിച്ചിന്റെ അവസാന ലോകകപ്പ് മത്സരമാണിതെന്ന സൂചനകളുമൊക്കെ ഉണ്ടായിരുന്നു. മത്സരത്തിന് ശേഷം വിതുമ്പിക്കൊണ്ടാണ് ക്രൊയേഷ്യൻ ടീം അംഗങ്ങൾ ആ കളിക്കളം വിട്ടത് എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് ഇരു ടീമുകൾക്കും ഈ ഒരു മത്സരം ഏറെ നിർണായകമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് നിരവധി വാർത്തകൾ നോക്കാനുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ആവേശകരമായ മത്സരത്തിനൊടുവിൽ ക്രൊയേഷ്യയെ തോൽപ്പിച്ച് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ജയം 1-2 ഗോളുകൾക്ക്. വിജയ ഗോളുകൾ നേടിയത് റൊണാൾഡോയും റാമോസും. ഓസ്ട്രിയയെ തകർത്ത് സ്പെയിനും പ്രീ ക്വാർട്ടറിൽ ജയം എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. താരസംഘടന അമ്മയിലെ ഭരണപ്രതിസന്ധി തുടരുന്നു. നിരപരാധിത്വം തെളിയിക്കാതെ രാജിയില്ല എന്ന ശ്വേതാ മേനോന്റെ പ്രഖ്യാപനത്തിൽ തുടർ നടപടി ആലോചിച്ചു മറുപക്ഷം. ക്രമവിരുദ്ധമായി അഡ്ഹോക് കമ്മിറ്റി ചേർന്നതിനെതിരെ ശ്വേത നിയമ നടപടിയിലേക്ക് കടന്നേക്കും. എക്സിക്യൂട്ടീവിൽ നിന്ന് രാജിവെച്ച് ജയൻ ചേർത്തലയും കൈലാഷും. കൂടുതൽ പേർ രാജിക്കൊരുങ്ങുമെന്നതായി സൂചന. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മണ്ണിടിച്ചിലിൽ വൻ നാശനഷ്ടം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുമായി സംസാരിക്കും. ജനസഭയും ഉണ്ടാകും. ദുൽഖർ സൽമാന്റെ കൂടുതൽ വാഹനങ്ങൾ കണ്ടെടുക്കാൻ കസ്റ്റംസ്. അന്വേഷണം ചെന്നൈ കേന്ദ്രീകരിച്ച്. നിയമപരമായാണ് കാറുകൾ വാങ്ങിയതെന്ന് ദുൽഖർ. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ജിതൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. കേസ് പരിഗണിക്കുക കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി. ജിതൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചെന്ന് പ്രോസിക്യൂഷൻ. ഡിവൈഎഫ്ഐ നേതാവ് റിപേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം വീണ്ടും വാർത്തകളിൽ സജീവമാവുകയാണ്. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങളാണ് വിഴിഞ്ഞത്തെ ഈ ദിവസങ്ങളിൽ വാർത്തകളിലൊക്കെ സജീവമാക്കുന്നത്. ഓഹരി കൈമാറ്റത്തിലെ കണക്കുകൾ വ്യവസ്ഥകൾക്ക് നിരക്കാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പ്രതിഷേധ ആയുധമാക്കുകയാണ്. മുഖ്യമന്ത്രിയും അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഗുഡ് മോർണിംഗ് എബി. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ 2 ദിവസവുമായി നിറഞ്ഞു നിൽക്കുന്നത്, കരാറിലെ കൈമാറ്റവുമൊക്കെയായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും സർക്കാർ ഈ ഒരു കാര്യത്തിൽ നടപടിയെടുക്കുക? കഴിഞ്ഞ ദിവസം അദാനി സർക്കാരിന് ഔദ്യോഗികമായി ഇതിലൊരു കത്തൊക്കെ നൽകിയിരുന്നു. അപ്പോൾ ഏത് രീതിയിലായിരിക്കും സർക്കാർ ഇനി തുടർ നടപടി സ്വീകരിക്കുക? ഒപ്പം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെയും അവരുടെ ആരോപണങ്ങളെയൊക്കെയും ഏത് രീതിയിലായിരിക്കും സർക്കാർ നേരിടാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ് മായ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ വിഴിഞ്ഞം പദ്ധതി വീണ്ടും വാർത്തകളിൽ സജീവമാവുകയാണ്. ഇത് ഏറ്റവും പ്രധാനമായും ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഒരു വലിയ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ 49% മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വേണ്ടി അദാനി ഗ്രൂപ്പ് കൈമാറ്റം ചെയ്യുന്നു. അതാണ് പ്രധാനമായും ഈ ഒരു വലിയ വിവാദത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെതിരെയാണ് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ 25% കൂടുതൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ ഓഹരി കൈമാറ്റം നടത്തണമെങ്കിൽ സ്വാഭാവികമായും അതിന് സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ സർക്കാരിന്റെ അനുമതി ഇല്ലാതെ തന്നെ അദാനി കമ്പനിയും ഒപ്പം തന്നെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ഇത്തരത്തിലൊരു കരാറിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് സർക്കാർ അറിയാതെയാണ് അല്ലെങ്കിൽ സർക്കാർ അറിയാതെയാണോ ഇത് ഇത്തരത്തിൽ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നത് സുപ്രധാനമായ ചോദ്യമാണ് പ്രതിപക്ഷം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലെ
പ്രതിപക്ഷ നേതാവും ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിച്ചതിലൂടെ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള വിവാദങ്ങളായിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെയും ഇനിയും അത് അലയടിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ആ പ്രതികരണത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ സംസ്ഥാനത്തിൻ്റെ അതൃപ്തി അദാനി കമ്പനിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള ആ കരാറ് ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ അത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സർക്കാരും അദാനിയുമായിട്ടുള്ള ഒരു കരാറിലുണ്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് അങ്ങനെയാണ്. 49% ഓഹരിയാണ് ഈ കമ്പനിക്ക് വേണ്ടി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നതാണ്. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയിട്ടുള്ള കൺസെഷൻ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ എക്കാലത്തെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതി, നമ്മുടെയൊക്കെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയായി തന്നെ അത് തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം സർക്കാരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ചർച്ചകളും വിവാദങ്ങളും തുടരാൻ തന്നെയാണ് സാധ്യത. മായ, ശരി, അത് തന്നെയാണ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും ഭരണ പ്രതിപക്ഷ വാക്പോരും മറ്റ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ കനക്കുമെന്ന് ഉറപ്പാണ്. എബിയാണ് വിവരങ്ങൾ നൽകിയത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിലായ മുൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനും CPM തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിതൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ഇന്ന് കേസ് ഡയറി ഹാജരാക്കണമെന്ന് ബുധനാഴ്ച വാദം കേൾക്കുന്നതിനിടെ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണനും കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനഘയുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, എന്തൊക്കെ വാദങ്ങളായിരിക്കും കോടതിയിൽ ഉയർത്തുക? തീർച്ചയായും പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ഈ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കുക പ്രധാനമായും ഈ ജിതിൻ ഭാസ്കറിന് ജാമ്യം നൽകിയ ഈ ഡിജിറ്റൽ തെളിവുകളടക്കം ഉണ്ട്. അതെല്ലാം തന്നെ റദ്ദ് ചെയ്യപ്പെടാനുള്ള അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുവാനുള്ള ഒരു സാധ്യത തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് തന്നെയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം ഇന്നും മുന്നോട്ട് വെക്കുക. ഏതായാലും വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. പിന്നീട് ജിതിൻ ഭാസ്കറിന് ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് കോഴിക്കോട് സെഷൻസ് കോടതിയിലേക്ക് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജഡ്ജി അവധിയായിരുന്നു, പിന്നീടും ഈ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഈ ജിതിൻ ഭാസ്കറിന്റെ കേസ് പരിഗണിക്കുന്നത്. ഏതായാലും കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം ലഭിക്കണം എന്ന് വാദിക്കുമ്പോൾ തന്നെ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം ലഭിക്കരുത്, ജാമ്യം നൽകിയാൽ തന്നെ ഇത്തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കുവാനുള്ളൊരു സാധ്യത തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള റിബേഷിനും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഇന്ന് കോടതി പരിഗണിക്കും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കേസിലെ MSFന്റെ ഒരു നേതാവ് കൂടിയായിട്ടുള്ള ഈ കാസിമിനെ നേരത്തെ ഈ കേസിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഉത്തരവിടുകയും കോടതി ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് ജിതിൻ ഭാസ്കറിന്റെ കേസ് ജാമ്യാപേക്ഷ ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ജിതിൻ ഭാസ്കറിന് ജാമ്യം നൽകരുത് എന്നുള്ള കാര്യം തന്നെയാകും പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ വാദിക്കുക. മായ, ശരി, എന്തായാലും ജിതൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രതി ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണനും ഇന്ന് നിർണായകമായൊരു ദിവസം തന്നെയാണ്. അനഘയാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മണ്ണിടിച്ചിലിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. മുംബൈ, ഡൽഹി, UP എന്നിവിടങ്ങളിൽ അടുത്ത 24 മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോൾ കനത്ത മഴയാണോ അവിടങ്ങളിലൊക്കെ പെയ്യുന്നത്? മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടാതെ അസം, അരുണാചൽ പ്രദേശ് തുടങ്ങി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇടവിട്ട് കനത്ത മഴ തുടരുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ 24 മണിക്കൂറിലേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലാണ് 4 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ജമ്മു കാശ്മീരിലും കനത്ത മഴയും മിന്നൽ പ്രളയവും ഇന്നലെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. റോഡും കെട്ടിടങ്ങളും തകർന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒപ്പം UP, ഡൽഹി, മഹാരാഷ്ട്ര തുടങ്ങിയ മേഖലകളിലും അടുത്ത 24 മണിക്കൂറും ഇടവിട്ട അതിതീവ്ര മഴ ലഭിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. മുംബൈയിൽ കഴിഞ്ഞ 24 മണിക്കൂർ അധികമായി കനത്ത
കനത്ത മഴ തുടരുന്നത് മുംബൈ നഗരത്തിന്റെ പല സ്ഥലങ്ങളെയും വെള്ളപ്പൊക്കത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അത് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ സജ്ജമാണെന്നും എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കും എന്ന കാര്യവുമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മഴയുടെയും മണ്ണിടിച്ചിലിന്റെയും പശ്ചാത്തലത്തിൽ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും പ്രത്യേകം ശ്രദ്ധ നൽകണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിശോധിച്ച് മാത്രം യാത്ര ക്രമീകരിക്കണം, രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം, ഉയർന്ന മേഖലകളിലേക്കുള്ള രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം വിവിധ സംസ്ഥാന സർക്കാരുകളും നൽകിയിട്ടുണ്ട്. മായ. ശരി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കനത്ത മഴ തുടരുന്നത്. പലയിടത്തും വെള്ളക്കെട്ടും അതുപോലെ മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായി, ഗതാഗത തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തേക്ക് വന്നാൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് എബി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. എബി, സംസ്ഥാനത്തും മഴ കൂടുതൽ കനക്കുകയാണ്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്? ഒപ്പം ഈ അലർട്ടുകളിലൊക്കെ വ്യത്യാസമുണ്ടോ? മായ, സംസ്ഥാനത്ത് ഇന്നിപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നില്ല. അർദ്ധരാത്രി ഉൾപ്പെടെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് 2 ജില്ലകളിലാണ് പ്രധാനമായും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ബാക്കിയുള്ള പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന വ്യാപകമായി തന്നെ മഴ ലഭ്യമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയും കൂടി ഈ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതയുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുള്ളതിനാൽ ഈ ദിവസങ്ങളിൽ, അത് ഇന്നലെ മുതലാണ് അലർട്ട് നൽകിയിരിക്കുന്നത്. ഇന്നലെ, ഇന്ന്, നാളെ ഈ 3 ദിവസങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് ഈ തീരങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് കർശനമായിട്ടുള്ള നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. നാളെയും ശക്തമായ രീതിയിലുള്ള മഴ സംസ്ഥാന വ്യാപകമായി തന്നെ ലഭ്യമാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഒപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. പ്രളയ സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതർ പറയുന്നതനുസരിച്ച് തന്നെ അവിടെ നിന്ന് താമസം മാറേണ്ടതുണ്ട്. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള മേൽക്കൂരയില്ലാത്ത വീടുകൾ ഉൾപ്പെടെയുള്ള താമസിക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെയും തന്നെ അവിടെ നിന്നും ഈ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കേണ്ട സാഹചര്യമുണ്ട്. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറണം എന്നുള്ള ഒരു നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ കാറ്റിന്റെ കാര്യം തന്നെയാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. ശക്തമായിട്ടുള്ള കാറ്റ് ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലാണ് കാറ്റ് വീശാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാഹചര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അതിലൊക്കെയും ഒരു മുൻകരുതൽ വേണം എന്നുള്ളതാണ് പ്രധാനമായും നിർദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഈ രാത്രി യാത്ര പോലുള്ള ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള മണ്ണിടിച്ചിലിന്റെ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കുള്ള രാത്രിയിലുള്ള യാത്രകൾ ഉൾപ്പെടെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള നിർദ്ദേശങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മായ. ശരി, അത് തന്നെയാണ്. മഴ കനക്കുമ്പോൾ പല രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും അധികൃതർ നൽകിയിട്ടുണ്ട്. ആളുകൾ അതൊക്കെ തന്നെ പാലിക്കുക. എബിയാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം നിരത്തൊഴിയാനൊരുങ്ങി സ്വകാര്യ ബസ്സുകൾ. പ്രിയദർശിനി സൗജന്യ യാത്ര ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോൾ കണ്ണൂരിൽ മാത്രം 100ഓളം സർവീസുകളാണ് അവസാനിപ്പിക്കുന്നത്. സർക്കാർ സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ സർവീസ് നിർത്തി പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. കടുത്ത പ്രതിസന്ധിയിലാണ് സ്വകാര്യ ബസ് മേഖല. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല ബസ് ഉടമകളും. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അരക്ഷിതാവസ്ഥയിലായ ഉടമകളുമുണ്ട്. ഡീസൽ തുക പോലും ലഭിക്കാത്ത സ്ഥിതിയാണ് പലർക്കും. പ്രിയദർശിനി സൗജന്യ യാത്ര പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. നമ്മുടെ ഇടയിൽ തന്നെ പല സമ്പന്നന്മാർ വ്യവസായം നടത്തുന്ന രീതിയിലല്ലേ ഇതിൽ ഭൂരിഭാഗവും സാധാരണക്കാരും നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് ഉപജീവനമാർഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് സർവീസ് നടത്തുന്നവരുടെ ഭൂരിഭാഗവും നിങ്ങൾ കേരളം മുഴുവൻ പരിശോധിച്ചാൽ കാണും. അപ്പോൾ അവരെ നിലനിൽപ്പിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡ് പെട്ടെന്ന് വിട്ട് പോകാം, എല്ലാവരും പറയും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വിറ്റിട്ട് പോയിക്കൂടെ എന്ന് പറഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ തന്നെ ഈ പരിസ്ഥിതി വന്നതിന് ശേഷം ആളെടുക്കാത്ത സ്ഥിതിയായില്ലേ. അങ്ങനെ പ്രയാസമായിരുന്നു.
സർക്കാർ ടാക്സ് മാത്രം കുറച്ചതുകൊണ്ട് കാര്യമില്ല. ഡീസൽ സബ്സിഡി ലഭിച്ചിരുന്നുവെങ്കിൽ വലിയ ആശ്വാസമാകും. നിലവിൽ കണ്ണൂരിൽ മാത്രം 40-ലധികം ബസ് ഉടമകൾ G-ഫോം നൽകി. G-ഫോം നൽകാതെ സർവീസ് അവസാനിപ്പിച്ചവരും ഏറെയാണ്. അപ്പോൾ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് ഈ മേഖല നീങ്ങുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് സഡനായിട്ട് ഇത് പിടിച്ചു നിർത്തേണ്ട ഒരു ബാധ്യത നമ്മളെപ്പോലെ തന്നെ ഗവൺമെൻറ്റിനുണ്ട്. സ്വകാര്യ ബസ് മേഖലയിൽ പിന്നെ ഇവിടെ ചെയ്യുന്ന സേവനങ്ങൾ, അതേപോലെ നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് ഇന്ന് യാത്രാ സൗകര്യം കൊടുക്കുന്നതിൽ 90-95% കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഉടമകളാണ്. 8 വർഷം മുമ്പ് 2250 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന ജില്ലയിൽ ഇപ്പോൾ 900 ബസ്സുകൾ മാത്രമാണുള്ളത്. കൊറോണ കാലത്ത് മാത്രം 500-ലേറെ ബസ്സുകൾ സർവീസ് അവസാനിപ്പിച്ചു. പല ബസ്സുകളും ആക്രി വിലയ്ക്കാണ് അന്ന് തൂക്കിവിറ്റത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ആവശ്യം. അമൃത ന്യൂസ്, കണ്ണൂർ. താരസംഘടനയിലെ പ്രതിസന്ധിയിൽ പ്രതികരണവുമായി ശ്വേതാ മേനോൻ. തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പടിയിറങ്ങില്ലെന്ന് ശ്വേതാ മേനോൻ. താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അമ്മയെ അനാഥമാക്കിയിട്ടില്ലെന്നും ശ്വേതാ മേനോൻ പറയുന്നു. സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ശ്വേതയുടെ പ്രതികരണം എത്തിയത്. ഭരണസമിതിയുടെ രാജിക്ക് പിന്നാലെയാണ് ശ്വേതയുടെ പ്രതികരണം. കിരൺ ഉണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് കിരൺ. ഈ ഭരണസമിതി ഒന്നിച്ച് രാജിവെച്ചത്, ആ ഒരു തീരുമാനത്തോട് ശ്വേതാ മേനോന് ഒരു അതൃപ്തി ഉണ്ട് എന്നാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ടോ? മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ അമ്മയിലെ തമ്മിലടി അത് അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഭരണസമിതി രാജിവെച്ചതിന് പിന്നാലെ ഇപ്പോൾ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതായാലും തൻ്റെ രാജിയിലേക്കടക്കം നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ചിലരുടെ ഗൂഢാലോചനയുടെ ഫലമാണ് എന്നുള്ളൊരു കാര്യമാണ് ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു പ്രശ്നം തന്നെ, അതായത് അമ്മയിലെ രാജിവെച്ചത് കൊണ്ട് മാത്രം, അതായത് ഭരണസമിതി രാജിവെച്ചത് കൊണ്ട് മാത്രം തീരുന്നതല്ല ഈ വിഷയങ്ങൾ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ശ്വേതാ മേനോനും സൂചിപ്പിക്കുന്നത്. ശ്വേതാ മേനോന്റെ ഫേസ്ബുക്കിലൂടെയാണ് ശ്വേതാ മേനോൻ ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഈ പ്രധാനമായിട്ടും ഈ പോസ്റ്റിൽ പറയുന്നത് താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അമ്മയെ അനാഥമാക്കിയിട്ടില്ല. കൂടാതെ തന്നെ തങ്ങളുടെ കമ്മിറ്റി രാജിവെക്കണമെന്ന അജണ്ട ചിലർക്കുണ്ടായിരുന്നു. ഈ അജണ്ടയുമായിട്ടാണ് ചിലർ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെത്തിയത്. അതിനുശേഷം ശ്വേതാ മേനോൻ അടക്കമുള്ള ആളുകളെ ഉന്നം വെച്ചുകൊണ്ട് ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ശ്വേത തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കാനായിട്ട് ഏതായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ അമ്മയിലെ നിയമാവലിയിൽ ഈ ഹഡ്ഹോക്ക് കമ്മിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പഠിക്കാനും ഒപ്പം തന്നെ ഇതിൽ പരിഹാര നിർദ്ദേശമൊക്കെ നൽകാനായിട്ടായിരുന്നു ഹഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചിരുന്നത്. എന്നാൽ അമ്മയുടെ ബൈലോ പ്രകാരം ഇത് നിലവിൽ വരാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ശ്വേതാ മേനോൻ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അൻസിബയുടെ അൻസിബയുടെ പരാതിയുമായി തുടരുന്ന ഒരു പ്രശ്നം അത് അമ്മയിലെ അംഗങ്ങളുടെ ഭരണസമിതിയുടെ രാജിയിലേക്കായി അടക്കം നയിക്കുന്നു. എന്നാൽ പിന്നീട് ഈ രാജിയിൽ മാത്രം ഈ വിഷയങ്ങൾ ഒതുങ്ങുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മായ. കിരൺ, അതുപോലെ തന്നെ ഈ ഭരണസമിതിയിൽ നിന്ന് ജയൻ ചേർത്തലയും കൈലാഷും ഒക്കെ രാജിവെച്ചല്ലോ, അത് ഇമെയിലായി അയച്ചു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവർ എന്തൊക്കെ ആരോപണങ്ങൾ ഉയർത്തിയാണ് ഈ മെയിൽ അയച്ചത്? അതിലെന്തെങ്കിലും പറയുന്നുണ്ടോ? അതോ ഇനി കൂടുതൽ പേരുടെ ഒരു രാജിയിലേക്കുള്ള സാധ്യതയുണ്ടോ? ഏതായാലും ഇന്നലെയാണ് ജയൻ ചേർത്തലയും ഒപ്പം തന്നെ കൈലാഷ് അടക്കമുള്ള ആളുകളൊക്കെ രാജിവെച്ചിരിക്കുന്നത്. ഇവർ പ്രധാനമായിട്ടും ഈ ഒരു വിഷയങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അമ്മയുടെ ഭരണസമിതിയിലെ വീഴ്ചകൾ തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഇവർ രാജിവെക്കാനായിട്ട് തയ്യാറായത്. ഇതിനു മുൻപ് തന്നെ ജോയി മാത്യു അടക്കമുള്ള ആളുകളും രാജിവെച്ചിരുന്നതാണ്. ഏതായാലും ഇനിയും രാജി തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരുപക്ഷെ കൂടുതൽ ആളുകൾ രാജിയുമായി രംഗത്തേക്ക് എത്തും എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. നേരത്തെ തന്നെ രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ, ഇവർ ഹഡ്ഹോക്ക് കമ്മിറ്റിയുടെ ഭാഗമാണ്, രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഈ രാജി എന്നുള്ളൊരു കാര്യം നടപ്പിലാവില്ല, ഇത് രാജിവെക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ ഏതായാലും ഇപ്പോൾ ഭരണസമിതി വ്യക്തമാക്കുന്നത്, ശ്വേതാ മേനോൻ അടക്കം വ്യക്തമാക്കുന്നത് ഏതായാലും തങ്ങൾ രാജിവെച്ചിട്ടുണ്ട്. ഈ രാജിവെച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഉള്ള ഉത്തരവാദിത്തം അത് നിലവിലുള്ള ഭരണസമിതിക്ക് തന്നെയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ശ്വേതയും വ്യക്തമാക്കുന്നത്. മായ. തീർച്ചയായും അമ്മയിലെ ആ തർക്കം അതിങ്ങനെ തുടരുകയാണ്. വളരെ വൈകാരികമായ കുറിപ്പൊക്കെയാണ് ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. കിരണാണ് വിവരങ്ങൾ നൽകിയത്.
ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം. നടൻ ദുൽഖർ സൽമാന്റെ കൂടുതൽ വാഹനങ്ങൾ പരിശോധിക്കും. നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന വാഹനങ്ങളാണെന്ന വിവരം അറിയില്ലെന്ന ദുൽഖറിന്റെ മൊഴി കസ്റ്റംസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. കിരണുണ്ട് കൊച്ചിയിൽ നിന്നും. കിരണ്, ഈ ദുൽഖറിന്റെ മൊഴി കസ്റ്റംസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ദുൽഖറിന് എന്തെങ്കിലും പങ്കുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് വേണോ കരുതാൻ? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? മായ, കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാനെ 7 മണിക്കൂറോളമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നത്. നേരത്തെ ദുൽഖറിന്റെ 4 വാഹനങ്ങൾ കസ്റ്റംസ് പിടികൂടിയിരുന്നു. ഡിഫൻഡർ, ഒപ്പം തന്നെ നിസാൻ പെട്രോൾ അടക്കമുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ കസ്റ്റംസ് പിടികൂടുകയും ഇതിന്റെ രേഖകളൊക്കെ കസ്റ്റംസ് പരിശോധിക്കുകയും ചെയ്തിരുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ദുൽഖറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ വിളിച്ച് വരുത്തിയിരുന്നത്. ഇതിൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഒരു വ്യക്തത ഇപ്പോഴും കസ്റ്റംസിന് ലഭിക്കാതിരിക്കുന്നത്. ഈ ദുൽഖറിന്റെ മൊഴി അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. പ്രധാനമായിട്ടും ദുൽഖറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദുൽഖർ പറഞ്ഞിട്ടുള്ളത് ഈ വാഹനങ്ങളൊക്കെ നികുതി വെട്ടിച്ചു കൊണ്ടുവന്നതാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. ഈ കള്ളക്കടത്ത് സംഘവുമായിട്ട് തനിക്ക് ബന്ധമില്ല. താൻ വാഹനം വാങ്ങിയിട്ടുള്ളത് കൃത്യമായി തന്നെ പണം നൽകിക്കൊണ്ടാണ്. ഇത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഈ പണമൊക്കെ കൈമാറ്റം ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ഇതിന്റെ രേഖകൾ, വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള രേഖകൾ തന്റെ കൈവശമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ദുൽഖർ സൽമാൻ പറയുന്നത്. എന്നാൽ ഈ നികുതി വെട്ടിച്ച് കൊണ്ടുവന്ന വാഹനമല്ല ഇത് എന്ന് അറിയില്ലായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ അത് മുഖവിലേക്ക് എടുക്കാനായിട്ട് ഏതായാലും കസ്റ്റംസ് തയ്യാറായിട്ടില്ല. കാര്യം, ഇത്തരത്തിലുള്ള നിരവധി വാഹനങ്ങൾ ദുൽഖറിന്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു സംശയത്തിലേക്ക് തന്നെയാണ് കസ്റ്റംസ് എത്തുന്നത്. പല ഏജന്റുമാർ വഴിയാണ് ദുൽഖറിലേക്ക് ഈ വാഹനങ്ങൾ എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ വാഹനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഇതിന് നികുതി കൃത്യമായി അടച്ചിരുന്നതാണോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ദുൽഖർ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് തന്നെയാണോ ഈ വാഹനങ്ങൾ വാങ്ങിയത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും കസ്റ്റംസ് പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ദുൽഖറിന്റെ ചെന്നൈയിലുള്ള വീട് കേന്ദ്രീകരിച്ച് അടക്കം പരിശോധന നടത്താനായിട്ട് ഏതായാലും കസ്റ്റംസ് തയ്യാറാവുന്നത്. നേരത്തെ കസ്റ്റംസ് കൊച്ചിയിലുള്ള 2 വീടുകളിൽ ദുൽഖർ സൽമാന്റെ ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ വീടുകളിലൊക്കെ പരിശോധന നടത്തുകയും ഇവിടുത്തെ ഗ്യാരേജുകളിൽ സൂക്ഷിച്ചിരുന്ന വാഹനങ്ങളാണ് പിടികൂടിയിരുന്നത്. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജാമ്യം നൽകിക്കൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ വിട്ടു നൽകുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ബാങ്ക് ഗ്യാരണ്ടി അടക്കം ജാമ്യമായിട്ട് നൽകിക്കൊണ്ടാണ് ഈ വാഹനങ്ങൾ കസ്റ്റംസ് പിന്നീട് വിട്ടു നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ കസ്റ്റംസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ നൽകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി അന്ന് കോടതി ദുൽഖറിന് നൽകിയിരുന്നു. ഏതായാലും ദുൽഖറിന്റെ കൈവശമുള്ള കൂടുതൽ വാഹനങ്ങൾ ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കൊണ്ടുവന്നത് തന്നെയാണോ എന്നത് കൂടുതലായി പരിശോധിക്കാനായിട്ട് കസ്റ്റംസ് തയ്യാറാകുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇതിന്റെ മുഖ്യ സൂത്രധാരനടക്കമുള്ള ആളുകളെയൊക്കെ കസ്റ്റംസ് പിടികൂടിയതാണ്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു നിന്ന്, ആസാമിൽ നിന്ന് അടക്കമാണ് ഇതിലെ പ്രധാന പ്രതികളെ അടക്കമുള്ള ആളുകളെയൊക്കെ പിടികൂടിയത്. ഇവരിൽ നിന്നൊക്കെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് പല ഏജന്റുമാർ വഴിയാണ് പിന്നീട് ദുൽഖർ അടക്കമുള്ള ആളുകളിലേക്ക് വാഹനങ്ങൾ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഇത്തരത്തിൽ പല വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഈ ആഡംബര വാഹനങ്ങൾ, പഴയ വണ്ടി, ഇതിന്റെയൊക്കെ മൂല്യം കണക്കിലെടുത്തുകൊണ്ട് ഇത് എത്തിച്ചു നൽകിയിട്ടുള്ള ഏജന്റുമാർ ഇത് എങ്ങനെ എത്തിച്ചു നൽകി എന്നുള്ളതും ഒപ്പം തന്നെ ഇവർ എങ്ങനെ നികുതി അടയ്ക്കാതെ ഈ വാഹനങ്ങൾ എത്തിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ അത് ദുൽഖറിനടക്കമുള്ള ആളുകൾക്ക് കൃത്യമായി അറിവുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും കസ്റ്റംസ് പരിശോധിക്കുന്നത്. ഏതായാലും ഏജന്റുമാരുടെ മൊഴി അത് കസ്റ്റംസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെയാണ് ദുൽഖറിനെയും ചോദ്യം ചെയ്ത് ഇനിയിപ്പോൾ ദുൽഖറിന്റെ കൂടുതൽ വാഹനങ്ങൾ കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മായ, ശരി, കിരണാണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിൽ തീരുമാനം വൈകുന്നത് ആശങ്കാജനകമെന്ന മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി രക്ഷാധികാരി പ്രൊഫസർ CP റോയ്. കേരളത്തിലെ 5 ജില്ലകളിലെ 40 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവന് ഭീഷണിയായ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാകണം. 2025 ജൂണിലും ഒക്ടോബറിലും ഡാം നിറഞ്ഞ് സ്പിൽവേ തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടായി. കേരളത്തിൽ ഓരോ സർക്കാരും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം മാത്രമാണ് നടത്തുന്നത്. എന്നാൽ നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 2014 സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നത് പോലെ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കണമെന്ന വിധി നടപ്പാക്കാൻ കേരളവും തമിഴ്നാടും തയ്യാറാകണമെന്നും മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി ആവശ്യപ്പെട്ടു. സമരം നടക്കുന്നുണ്ട്. ഇത് 2014 സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കേരളവും തമിഴ്നാടും തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരം തുടങ്ങി
637 ദിവസമായി എങ്കിലും നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഞങ്ങൾ നിവേദനങ്ങൾ കൊടുക്കുകയുണ്ടായി. 2016 മുതൽ 2026 വരെ അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആകെ ചെയ്തത് എല്ലാ വർഷവും ബഡ്ജറ്റിൽ 10 കോടി രൂപ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ നീക്കിവെക്കും എന്ന് 10 ബഡ്ജറ്റിലും പറഞ്ഞതല്ലാതെ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞ നിർദ്ദേശം, സുപ്രീം കോടതി അവരുടെ 2014 ചീഫ് ജസ്റ്റിസ് ആർ.എം. ലോധ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തണമെന്ന ആ ഒരു കാര്യം മുഖവിലേക്ക് എടുക്കുക പോലും ചെയ്തിട്ടില്ല. ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വാഴൂർ പഞ്ചായത്തിലെ ശാസ്താംകാവ് നിവാസികൾ. രാത്രി കൂട്ടമായി പുറത്തിറങ്ങുന്ന ഇവ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് വ്യാപക നാശമാണ് വരുത്തുന്നത്. ഒച്ചുകൾ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയുമുണ്ട് നാട്ടുകാർക്ക്. 2 വർഷമായി തുടരുന്ന ദുരിതത്തിന് ശാശ്വതമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം ആഫ്രിക്കൻ ഒച്ചു മാത്രം. ഇത് വാഴൂർ സ്വദേശിയായ KJ കുര്യൻ എന്ന ആളുടെ തോട്ടമാണ്. ഈ തോട്ടത്തിൽ ഏത് ഭാഗത്തു നോക്കിയാലും മരങ്ങളിലും ചെടികളിലും കയ്യാലകളിലും അതേപോലെ വീടിൻ്റെ ഭിത്തിയിലും ഉൾപ്പെടെ ആഫ്രിക്കൻ ഒച്ചുകളാണ്. ഓരോ ദിവസവും കൂടി വരികയാണ്. കഴിഞ്ഞ 2 വർഷമായി വാഴൂർ പഞ്ചായത്തിലെ ഈ ശാസ്താംകാവ് ഭാഗത്ത് പ്രത്യേകിച്ച് ജൈവകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും നമ്മളെ ഉപദ്രവിക്കുന്നത്. പറമ്പിൻ്റെ മുക്കിലും മൂലയിലും മാളത്തിലും മരങ്ങളിലും എന്തിനേറെ വീടിൻ്റെ ഭിത്തികളിൽ പോലും കാണാം ആഫ്രിക്കൻ ഒച്ചുകളെ. പകൽ സമയം അധികമൊന്നും ഇവയെ പുറത്ത് കാണാറില്ല. എന്നാൽ രാത്രിയാകുമ്പോൾ ഇവ കൂട്ടത്തോടെ പുറത്തിറങ്ങി പച്ചക്കറി കൃഷികളുടെ ഇലകളും തണ്ടുകളുമെല്ലാം തിന്നു തീർക്കും. ഇത് കുര്യൻ്റെ മാത്രം തോട്ടത്തിലെ കഥയല്ല. വാഴൂർ പഞ്ചായത്തിലെ 5, 6, 7, 9 വാർഡുകളിലെ മുഴുവൻ കർഷകരും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. മുഴുവൻ കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ ഇതിറങ്ങിയാൽ കൃഷി മുഴുവൻ, അപ്പോൾ ഇന്ന ഐറ്റമൊന്നുമില്ല, എല്ലാ ഐറ്റങ്ങളും തിന്ന് നശിപ്പിച്ച് രാവിലെ ഒരു വര പോലെ ഇല മുഴുവൻ തിന്നിട്ട് കമ്പ് മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. ഇത് വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ്. ഒച്ചുകളുടെ ശല്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് മഴക്കാലത്താണ്. ഓരോ ദിവസവും കുര്യനെ പോലുള്ള കർഷകരുടെ പ്രധാന പണി ഒച്ചുകളെ പിടികൂടി നശിപ്പിക്കലാണ്. ഒച്ചുകളെ കൊല്ലുന്നതിന് ദിവസവും കിലോ കണക്കിന് ഉപ്പും തുരിശുമാണ് ഇവർ വാങ്ങുന്നത്. എത്രയൊക്കെ ഒച്ചുകളെ കൊന്നാലും അത്ര തന്നെ ഉണ്ടാവും പറമ്പിൽ പിറ്റേ ദിവസവും. 350 ഗ്രാമിൽ അധികം ഭാരമുള്ള ഒച്ചുകളെ വരെ കുര്യൻ പിടികൂടിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും രാത്രിയിലാണ് ഇതിന് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. രാത്രി നമ്മളിതിനെ ക്ലിപ്പ് ചെയ്ത് പിടിച്ച് ഉപ്പിലിട്ട് നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ചത്ത് ഇതിനകത്ത് കിടക്കും. ഒച്ചുകൾ മൂലം വിളനാശവും സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും മാത്രമല്ല ആരോഗ്യ ഭീഷണിയുമുണ്ട്. ഇവയുടെ സ്രവങ്ങളിൽ കാണപ്പെടുന്ന നാടവിരകൾ മനുഷ്യന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആഫ്രിക്കൻ ഒച്ചുകളെ ഉന്മൂലനം ചെയ്യുന്നതിന് കൃഷിവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളുമൊക്കെ കർഷകർക്കായി ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും പഠിച്ച പാഠങ്ങൾ 50% പോലും ഫലം കണ്ടിട്ടില്ല. മാത്രമല്ല നാൾക്കുനാൾ ആഫ്രിക്കൻ ഒച്ചുകൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയുമാണ്. 100 കണക്കിന് ഒച്ചുകളെയാണ് ഓരോ ദിവസവും കർഷകർ പിടികൂടുന്നത്. പിടിക്കുന്ന ഒച്ചുകളെയൊക്കെ ഉപ്പല്ലെങ്കിൽ തുരിശിട്ട് കൊന്ന ശേഷം ഇതേപോലെ കൂട്ടിയിടുകയാണ്. എന്നാൽ കൊല്ലുന്നതിൻ്റെ ഇരട്ടിയാണ് പെരുകി വരുന്നത്. ഇതിന് എന്താണ് പരിഹാരമെന്ന് ഇനിയും ആർക്കും കണ്ടെത്താനായിട്ടില്ല. വാഴൂരിൽ നിന്നും ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. ഭീതിയുടെ നിഴലിൽ ജീവിക്കേണ്ട അവസ്ഥയിലാണ് മലപ്പുറം പുറത്തൂർ പഞ്ചായത്തിലെ മുരുക്കുമാട് ദ്വീപ് നിവാസികൾ. ഒരു വശത്ത് ദിനം പ്രതി പുഴ കരകവർന്നെടുക്കുമ്പോൾ മറുവശത്ത് കുടിവെള്ളത്തിനായി വലയുകയാണ് ഇവിടെ ജീവിക്കുന്ന 100-ലേറെ വരുന്ന കുടുംബങ്ങൾ. കാഴ്ചക്കാർക്ക് പ്രകൃതി ഭംഗി തുളുമ്പുന്ന മനോഹരമായൊരു പച്ചത്തുരുത്താണ് പുറത്തൂർ പഞ്ചായത്തിലെ മുരുക്കുമാട് ദ്വീപ്. എന്നാൽ ഈ സുന്ദരമായ ദ്വീപിനുള്ളിൽ ജീവിക്കുന്നവർ ഇപ്പോൾ ഭയത്തിന്റെ നിഴലിലാണ്. തിരൂർ പൊന്നാനിപ്പുഴ ഓരോ ദിവസവും കരകളെ വിഴുങ്ങുന്നതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ പുഴയുടെ ശക്തമായ ഒഴുക്കിൽ ഇവിടുത്തെ മണ്ണും മനുഷ്യരുടെ അധ്വാനവും ഇല്ലാതാവുകയാണ്.
കൺമുന്നിൽ സ്വന്തം ഭൂമി പുഴയെടുക്കുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാനേ ഇവർക്കാവുന്നുള്ളൂ. നല്ല ഉയരത്തിൽ ഇവിടെ നിന്നിരുന്നാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ. ഇപ്പോഴാണ് ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ആകെ പോണത്. ആകെ ആ ഭാഗത്ത് നല്ല ഇടിഞ്ഞു പോയിട്ട് എത്രപ്പോരം സ്ഥലങ്ങളാണ് പോയിക്കുന്നത്. ആ ഭാഗത്തൊക്കെ പുഴയോട് വക്കത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ല പ്രശ്നമാണ്. ഓരോരോ വീടുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോവാൻ നിൽക്കുകയാണ്. ഈ ഭാഗത്ത് കരിങ്കല്ലുള്ള കാരണം കുറച്ചൊരു ഇതുണ്ട്. എന്നാലും നല്ല ആ കരിങ്കല്ലൊക്കെ പുഴയിലാണ് കിടക്കുന്നത്. അപ്പുറം വന്നിട്ട് ഇങ്ങോട്ട് ഇടിഞ്ഞു പോയിക്കുക. നിരവധി പേരുടെ ഭൂമിയാണ് തീരമിടിഞ്ഞ് നഷ്ടമായത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം തകർന്നതോടെ നാട്ടുകാർ സ്വന്തം ചെലവിൽ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക റോഡും ഇപ്പോൾ പുഴയെടുക്കുന്ന അവസ്ഥയിലാണ്. ഈ ദുരിതങ്ങൾക്കിടയിലേക്കാണ് കുടിവെള്ളക്ഷാമവും ഇവരെ വേട്ടയാടുന്നത്. 4-5 ദിവസം കൂടുമ്പോൾ വെള്ളം ഇങ്ങനെ വരണുള്ളൂ. അങ്ങനെ വെള്ളത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോണ കാലഘട്ടങ്ങളിലൊക്കെ ഇനി വെള്ളം കിട്ടുമെന്ന് സംശയമാണ്. ഈ ഭാഗങ്ങൾ അത് മര്യാദയ്ക്ക് വെള്ളം മര്യാദയ്ക്ക് സ്പീഡ് ഉണ്ടാവില്ല. തുള്ളി വെച്ച് വരും. ചില വീട്ടിൽ വെള്ളം കിട്ടില്ല. ചിലയിടത്ത് ഇങ്ങനെ കുറേശ്ശെ കിട്ടും. വർഷകാലത്ത് കുറച്ച് 2-3 മാസം മഴ ചെയ്ത വെള്ളം നിൽക്കും. പിന്നെ ആയി കഴിഞ്ഞാൽ വേനലായി കഴിഞ്ഞാൽ ഉപ്പാവും. തീരശോഷണം കാരണം കിണറുകളിലെല്ലാം ഉപ്പുവെള്ളം കയറി ഉപയോഗശൂന്യമായി മാറി. അധികാരത്തിലേറിയ പുതിയ സർക്കാരെങ്കിലും തങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. അമൃത ന്യൂസ്, മലപ്പുറം. കായലോര കണ്ടൽ സംരക്ഷണത്തിൽ 10 വർഷം പിന്നിടുകയാണ് കാസർകോട്ടെ മത്സ്യത്തൊഴിലാളിയായ രാജൻ വെച്ച് പിടിപ്പിച്ച ആയിരക്കണക്കിന് കണ്ടലുകൾ കവ്വായി കായലോരത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വർഷം 1000 കണ്ടലുകൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങിയിട്ട് മാസങ്ങളായി. കവ്വായി കായലോരത്ത് കാണുന്ന കണ്ടലുകളുടെ സംരക്ഷകനാണ് മീൻപിടുത്ത തൊഴിലാളിയായ ഇടയിലക്കാട്ടെ രാജൻ. ഇതിനകം അദ്ദേഹം വച്ചുപിടിപ്പിച്ചത് 10,000-ലേറെ കണ്ടൽ ചെടികൾ. രാജന്റെ മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ കവ്വായി കായലിന്റെ പല ഭാഗങ്ങളിലായി കണ്ടലുകൾ വേരൂന്നി നിൽക്കുന്നത് കാണാം. ഈ വർഷം 1000 കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവൃത്തികളാണ് മത്സ്യത്തൊഴിലാളിയായ രാജൻ നടത്തുന്നത്. കവ്വായി കായലിലെ മത്സ്യങ്ങളുടെ പ്രജനനം, മണ്ണൊലിപ്പ് തടയൽ എന്നിവയിൽ കണ്ടലുകൾക്കുള്ള പ്രാധാന്യം ഇദ്ദേഹം അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തുടക്കം ഈ മത്സ്യബന്ധനത്തിന് പോയ സമയത്ത് വലിയ കുരുങ്ങിട്ട് കണ്ടലുകൾ ഒരു പരിസ്ഥിതിനായിട്ട് നട്ടു തുടങ്ങിയതാണ്. പിന്നീട് അതിനോടൊരു താല്പര്യം കൂടി കിട്ടുന്ന മുറക്ക് എല്ലാ വർഷവും 1000-ൽ പരം കണ്ടലുകൾ വർഷങ്ങളെല്ലാം നടുന്നുണ്ട്. പക്ഷെ നട്ടതെല്ലാം ബാക്കിയുണ്ടാവില്ല. 3-4 പ്രാവശ്യം ഓരോ പ്രദേശത്ത് നട്ടാലും ആടെ കുറച്ചേ പിടിച്ച് നിലനിന്ന് വരുന്നുള്ളൂ. ഭ്രാന്തൻ കണ്ടലുകൾ മറ്റ് നാടൻ കണ്ടലുകളും കിട്ടുന്നവർക്ക് നടുന്നുണ്ട്. കുറച്ച് വർഷമായിട്ട് ഈ കണ്ടൽ നട്ട് വരുന്നൊരു വ്യക്തിയാണ്. പ്രധാനമായിട്ട് നടുന്ന കണ്ടൽ ഭ്രാന്തൻ കണ്ടൽ, അതുപോലെ പ്രാദേശികമായിട്ടുള്ള കുറ്റിക്കണ്ടൽ, നാടൻ കണ്ടലുകളൊക്കെ കിട്ടുന്നതൊക്കെ നട്ട് വരുന്ന ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. ഇപ്രാവശ്യം ഇപ്പോൾ ഒരു 1000-ൽ മേലെ എൻ്റെ നഴ്സറിയിലുണ്ട്. 10-750 നട്ട് ഇനി 300 നടാൻ ബാക്കിയുണ്ട്. അതിപ്പം എൻ്റെ മനസ്സിലുള്ളത് ഈ വരുന്ന ജൂലൈ 26 ദേശീയ കണ്ടൽ ദിനമായെന്ന് നടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കായലിനോട് ചേർന്നുള്ള വീട്ടുപറമ്പിൽ രാജൻ കണ്ടൽ നഴ്സറി ഒരുക്കിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലെ കണ്ടൽ പരിപാലനത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതി തയ്യാറാക്കണമെന്നും മീൻപിടുത്ത തൊഴിലാളിയായ ഈ പരിസ്ഥിതി സംരക്ഷകൻ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. ആവേശകരമായ മത്സരത്തിനൊടുവിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് പോർച്ചുഗൽ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലായിരുന്നു 3 ഗോളുകളും പിറന്നത്. ഇവാൻ പെരിസിച്ചിന്റെ ഗോളിലൂടെ ആദ്യം മുന്നിലെത്തിയത് ക്രൊയേഷ്യയായിരുന്നു. 68-ാം മിനിറ്റിൽ പെനൽറ്റിയിലൂടെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനെ ഒപ്പമെത്തിച്ചു. പകരക്കാരനായി ഇറങ്ങിയ ഗോൺസാലോ റാമോസ് ആണ് ഇഞ്ചുറി ടൈമിൽ പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടിയത്. കളിയുടെ അവസാന നിമിഷത്തെ ക്രൊയേഷ്യൻ ശ്രമം ഓഫ് സൈഡിൽ കലാശിച്ചു. ഓസ്ട്രിയയെ തോൽപ്പിച്ച് സ്പെയിൻ ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കടന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ജയം. ഒയർസബാലിന്റെ ഇരട്ട ഗോളുകളും പെഡ്രോ പൊറോയുടെ ഗോളുമാണ് സ്പെയിനിന്റെ ജയം അനായാസമാക്കിയത്. മത്സരത്തിലുടനീളം സ്പെയിനിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. പ്രീ ക്വാർട്ടറിൽ ഇനി സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടമാണ്. നോക്കൌട്ട് റൗണ്ടിൽ നാളെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന
കറുത്ത കുതിരകളായി മാറിയ കേപ്പ് വെർദയെ നേരിടും. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 മുതലാണ് മത്സരം പ്രവചനങ്ങൾക്ക് അതീതമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാൽപന്ത് കളിയുടെ ഇതിഹാസം ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന കപ്പടിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇതുവരെയുള്ള പ്രകടനങ്ങളാണ് ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ജീവൻ മരണ പോരാട്ടമാണ് കേപ്പ് വെർദയുമായുള്ള പോരാട്ടം. പശ്ചിമ ആഫ്രിക്കയിൽ നിന്നും ആദ്യമായി ലോകകപ്പ് കളിക്കാനെത്തിയ കേപ്പ് വെർദെ ലോകകപ്പിലെ ആദ്യ റൗണ്ടിൽ തന്നെ കറുത്ത കുതിരകളായി മാറി കാൽപന്ത് പ്രേമികൾക്ക് രോമാഞ്ചമായ ടീമാണ്. വെറും 5.5 ലക്ഷത്തോളം ജനസംഖ്യയുള്ളൊരു ദ്വീപിൽ നിന്നാണ് വിശ്വവേദിയെ വിസ്മയിപ്പിക്കാൻ അവരെത്തിയത്. ഗ്രൂപ്പ് എച്ചിൽ നിന്നും യുറുഗ്വേയും സൗദി അറേബ്യയും ഒക്കെ പോയിന്റ് നിലയിൽ പിന്നിലാക്കി സ്പെയിനിന് പിന്നിൽ 2ാം സ്ഥാനക്കാരായി അവർ മുന്നേറിയപ്പോൾ പലരും അമ്പരന്നു. ഡിഫൻഡർ ഡെയ്നി ബോർഗസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിരയുടെ കരുത്തും പ്രായം 40 പിന്നിട്ട ഗോൾ കീപ്പർ വോസിൻഹയുടെ അസാധ്യ സേവുകൾ കൊണ്ടും ഈ കുഞ്ഞൻ ദ്വീപ് രാജ്യം ചിലപ്പോൾ മുൻ ചാമ്പ്യന്മാർക്ക് ഭീഷണിയാകും. ലയണൽ മെസ്സിയുടെ കാലുകളിലാണ് അർജന്റീനയുടെ മുഴുവൻ പ്രതീക്ഷകളും. അർജന്റീന മികച്ച ഫോമിലാണ് എന്നതാണ് ആരാധകർക്ക് ആശ്വാസം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ജോർദാനെതിരെ 3-1 അവർ വിജയം നേടി ഗ്രൂപ്പ് ജേതാക്കളായാണ് നോക്കൌട്ടിലെത്തിയത്. മറുവശത്ത് ഗ്രൂപ്പ് എച്ചിൽ തോൽവി അറിയാതെയാണ് കേപ്പ് വെർദയുടെ വരവ്. ലോക റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള അർജന്റീനയ്ക്കെതിരെ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നാണ് കേപ്പ് വെർദെ പ്രസിഡന്റ് ജോസ് മരിയ നോവസ് ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പ്രഖ്യാപിച്ചത്. ഇതിനിടയിലാണ് നോക്കൌട്ടിൽ കേപ്പ് വെർദെ അർജന്റീനയെ തോൽപ്പിക്കുമെന്ന വൈറൽ ദുർമന്ത്രവാദി നാനാ ക്വാക്കു ബോൺസാം രംഗത്തെത്തിയത്. എന്തായാലും കുഞ്ഞനായാലും കളിയിൽ കേമന്മാരാണെന്ന പേര് ഇതിനകം നേടിയ കേപ്പ് വെർദെ ചെറുതായി മിശികയും കൂട്ടരും കാണില്ല. പഴുതുകൾ അടച്ച് മത്സരം കയ്യിലെടുക്കാനാണ് അർജന്റീനയുടെ വരവ്. എന്നാൽ മെസ്സി എന്ന മാജിക്കിനെ കേപ്പ് വെർദെ എങ്ങനെ തളയ്ക്കുമെന്ന് കാത്തിരുന്നു കാണണം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പ് കിരീട നേട്ടത്തേക്കാൾ വാശിയേറിയ പോരാട്ടം നടക്കുന്നത് ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയാണ്. മെസ്സിയും എംബാപ്പയും 6 ഗോളുകൾ വീതം നേടി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. തൊട്ടു പിന്നിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്നും നോർവേയുടെ എർലിംഗ് ഹാലണ്ടുമുണ്ട്. അതേസമയം റൊണാൾഡോ 2 ഗോളുമായി നിറം മങ്ങിയെങ്കിലും 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ലോക റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. കാൽപന്ത് കളിയുടെ ആവേശം വ്യക്തിഗതം കൂടിയാണ്. ഇഷ്ടതാരങ്ങൾ പുൽത്തകിടിയിൽ ആടിത്തിമിർക്കുന്നത് ആവേശത്തോടെ ആസ്വദിക്കുകയാണ് ആരാധകർ. താരങ്ങളുടെ ചടുല നീക്കങ്ങളും ശൈലിയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ്. അതിനൊപ്പം വ്യക്തിഗത സമീപനങ്ങളും ഇഷ്ടതാരങ്ങളാകാനുള്ള യോഗ്യതകളാണ്. കാൽപന്തിലെ താരരാജാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അവർ നേടിയ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നത് എതിർപക്ഷത്തെ വലകൾ കുലുക്കിയ കണക്കുകളാണ്. കണക്കുകൾ റെക്കോർഡുകളിലേക്കും വഴിമാറുന്നു. പല കണക്കുകളും പഴങ്കഥയുമായി മാറുന്നു. ഓരോ സീസണിലും മികച്ച താരങ്ങളെ തേടിയെത്തും സുവർണ പാതുകം. ഇത്തവണ അർജന്റീനയുടെ ലയണൽ മെസ്സിയും ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയും 6 ഗോളുകൾ വീതം നേടി ഈ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിലാണ്. മെസ്സിയുടെ ആകെ ലോകകപ്പ് ഗോളുകളുടെ എണ്ണം 19ആയി. എംബാപ്പയുടെ അക്കൗണ്ടിൽ ലോകകപ്പിൽ ഇതുവരെ ആകെ 18 ഗോളുകളാണ്. ഈ ലോകകപ്പിൽ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി കെയ്നും നോർവേയുടെ എർലിംഗ് ഹാലണ്ടും 5 ഗോളുകളുമായി മെസ്സിയുടെയും എംബാപ്പയുടെയും തൊട്ടു പിന്നാലെയുണ്ട്. ഇതോടെ കെയ്നിന്റെ ആകെ ലോകകപ്പ് ഗോളുകളുടെ എണ്ണം 13ആയി. ഇതിഹാസ താരം പെലെയുടെ 12 ലോകകപ്പ് ഗോളുകൾ എന്ന നേട്ടം മറികടക്കാനും കെയ്നിനായി എന്നതാണ് ശ്രദ്ധേയം. നോർവേയുടെ കന്നി ലോകകപ്പ് കളിക്കുന്ന എർലിംഗ് ഹാലണ്ട് 5 ഗോളുകൾ നേടി കെയ്നിനൊപ്പമുണ്ട്. ഹാലണ്ട് വെറും 3 മത്സരങ്ങളിൽ നിന്നാണ് 5 ഗോളുകൾ നേടിയത്. തൊട്ടുപിന്നിൽ ഫ്രാൻസിന്റെ ഒസ്മാൻ ഡെംബലെ, ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ, സെനഗലിന്റെ ഇസ്മായിൽ സാർ എന്നിവർ 4 ഗോളുകളുമായി പിന്നിലുണ്ട്. അതേസമയം ആരാധകർ ഏറെയുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ സീസണിൽ നിറം മങ്ങി. റൊണാൾഡോ ഇതുവരെ 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. എന്നാൽ ചരിത്രപരമായ ഈ നേട്ടത്തോടെ തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ലോക റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. എന്തായാലും ഇനിയുമുണ്ട് മത്സരങ്ങൾ. ആവേശകരമായ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ അട്ടിമറികളും റെക്കോർഡുകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. പെരുമ്പാവൂരിനെ ലഹരി മുക്തമാക്കാനുള്ള പ്രത്യേക പരിപാടികളുമായി ആഭ്യന്തര വകുപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലെത്തും. നാട്ടുകാരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ജനസഭയ്ക്ക് ശേഷം ഭായി കോളനിയിലെത്തി ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ചെന്നിത്തല സംസാരിക്കും. കിരണുണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ലഹരിയുടെ വലിയൊരു ശൃംഖല തന്നെയുണ്ട്. നമ്മളിത് പെരുമ്പാവൂരിൽ നിന്ന് പിടിക്കുന്ന ലഹരിക്ക് കയ്യും കണക്കുമില്ല. നമ്മൾ നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ പെരുമ്പാവൂരിനെ ക്ലീനാക്കുക, അത് തന്നെയല്ലേ സർക്കാർ ലക്ഷ്യം? എപ്പോഴാണ് ഈ പരിപാടി നടക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ?
മായ, തൂഫാൻ ജാഗരൺ എന്ന പേരിലാണ് പെരുമ്പാവൂരിനെ ലഹരി മുക്തമാക്കാനായിട്ട് ആഭ്യന്തര വകുപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ഇന്ന് നടക്കുന്ന പരിപാടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുകയും ഉച്ചയ്ക്ക് 2:30 പെരുമ്പാവൂർ ബോയ്സ് സ്കൂളിൽ വെച്ച് ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും പെരുമ്പാവൂരിലുള്ള അതിഥി തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ ലഹരി സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇവരെ ലഹരി അടിമപ്പെടുന്നതും ഒപ്പം തന്നെ ലഹരി വിൽപ്പന നടത്തുന്നതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് പ്രധാനമായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടിയിൽ പെരുമ്പാവൂരിലുള്ള സാമുദായിക സംഘടനാ നേതാക്കൾ, ഒപ്പം വ്യവസായികൾ, സാമൂഹിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും ഒത്തുചേർപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടി പിന്തുണയോടുകൂടി തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് പ്രധാനമായിട്ടും ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് റേഞ്ച് DIG യതീഷ് ചന്ദ്ര അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത് ഓപ്പറേഷൻ തൂഫാന്റെ വിജയം എന്നുള്ളത് ജനങ്ങൾ നൽകിയിട്ടുള്ള, നാട്ടുകാർ നൽകിയിട്ടുള്ള പിന്തുണയാണ് എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനകീയ പിന്തുണയോടുകൂടി തന്നെ കൂടുതൽ ശക്തമായിട്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി, ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ പെരുമ്പാവൂർ ഹൈസ്കൂളിൽ നടക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഇതിന്റെ ചടങ്ങിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നീട് ആഭ്യന്തര മന്ത്രി അടക്കമുള്ള ആളുകൾ പെരുമ്പാവൂരിലുള്ള ബായ് കോളനി എന്നറിയപ്പെടുന്ന കണ്ടന്തറയിലെ കോളനിയിലേക്ക് എത്തും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായിട്ട് താമസിക്കുന്നത്. ഈ സ്ഥലത്ത് തന്നെയാണ് നേരത്തെയും പലതവണ ലഹരി മരുന്നുകൾ പിടികൂടുന്നതായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ സ്ഥലത്തെത്തി നേരിട്ട് ഇവരോട് സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഏതായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും വലിയൊരു പിന്തുണ തന്നെയാണ് ഈ പരിപാടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജനപിന്തുണയോടുകൂടി തന്നെ പെരുമ്പാവൂരിനെ ക്ലീനാക്കുക എന്നുള്ളൊരു ശ്രമം തന്നെയാണ് ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മായ, തീർച്ചയായും അത് തന്നെയാണ്. പെരുമ്പാവൂരിനെ ലഹരി മുക്തമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ആഭ്യന്തര വകുപ്പ്. അതിന്റെ ഭാഗമായി ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലെത്തും. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഈ ഓപ്പറേഷൻ തൂഫാന് വേണം. അതുതന്നെയായിരിക്കും അതിന്റെ ഒരു വിജയവും. കിരണാണ് വിവരങ്ങൾ നൽകിയത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വിപണിയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ നിക്ഷേപ താല്പര്യം തുടരുന്നുണ്ട്. 24,150 എന്ന നിലവാരത്തിന് മുകളിലാണ് മുൻനിര സൂചിയായി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് വിപണി മുന്നോട്ട് നൽകുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നുമുണ്ട്. 24,200 എന്നുള്ള നിലവാരമായിരിക്കും സാങ്കേതികമായി ഇനി ഒരു പ്രതിരോധ നിലവാരമായി കാണുന്നത്. ആ ഒരു നിലവാരം ഇന്ന് ഭേദിച്ച് വ്യാപാരം നടക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സമ്മർദ്ദത്തിലായിരുന്ന IT ഓഹരികളിൽ നല്ലൊരു നിക്ഷേപ താല്പര്യം ഇന്നലെ ഉണ്ടായതിന്റെ പിൻബലത്തിലാണ് വിപണിയിൽ ഒരു നേട്ടം ഉണ്ടായത്. 24,150 എന്ന നിലവാരത്തിന് മുകളിലാണ് ഇന്നലെ നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഏതാണ്ട് 4% ആണ് IT സൂചികയിൽ ഉയർച്ചയുണ്ടായത്. ബാങ്കിങ് ഓഹരികളിൽ എന്നാൽ കാര്യമായ മാറ്റമുണ്ടായില്ല എന്ന് മാത്രമല്ല, എണ്ണപ്പെട്ട ബാങ്കിങ് ഓഹരികളിൽ നല്ല വിൽപ്പനയും പ്രകടമായിരുന്നു. വരും ദിവസങ്ങളിലും ബാങ്കിങ് ഓഹരികളിൽ ഏതെങ്കിലും തരത്തിലൊരു നിക്ഷേപ താല്പര്യം തുടരുകയാണെങ്കിൽ അതായിരിക്കും ഇനി വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രേരകമായി പ്രവർത്തിക്കുക. 24,200 എന്ന നിലവാരം തന്നെയായിരിക്കും മുൻനിര സൂചിയായി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്ന ആ ഒരു നിലവാരം ഇന്ന് മറികടന്ന് വ്യാപാരം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിപണിയിൽ നേരിയ തോതിലെങ്കിലും കയറ്റിറക്കങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. എന്നാൽ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെയും വിപണിയിൽ ആശങ്കയും സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക ഇന്നലെ ഗണ്യമായ ഇടിവുണ്ടായി. ഇത് കാണിക്കുന്ന വിപണി ഈ ഒരു നിലവാരത്തിൽ പുറപ്പെട്ടതിന് ശേഷം മുന്നോട്ട് തന്നെ നീങ്ങിയേക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമാണ്. ക്രൂഡ് ഓയിൽ വില $70 എന്ന നിലവാരത്തിൽ നിൽക്കുന്നതും വിപണിയെ മുന്നോട്ട് നയിക്കുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് ശക്തി ഏകുന്നുണ്ട്. എന്തായാലും വിപണിയിൽ ഏറ്റക്കുറച്ചിൽ തുടരാൻ തന്നെയാണ് സാധ്യത. എന്നിപ്പോൾ ഈ ആഴ്ചയിലെ അവസാന വ്യാപാര ദിനമായതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, വിപണി വിലയിരുത്തുകയായിരുന്നു കെ ദിലീപ്. ലോകപ്രശസ്ത സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഓപ്പോയുടെ ഏറ്റവും പുതിയ റെനോ 16 AI ഫോൺ സീരീസ് വിപണിയിൽ. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ആസിഫ് അലി AI സീരീസ് പുറത്തിറക്കി. റെനോ 16, 16C എന്നീ മോഡലുകളാണ് ഈ സീരീസിൽ വരുന്നത്. AI റിമിക്സ് കോളേജ് 50MP
3.5x ടെലിഫോട്ടോ ക്യാമറ, സ്മാർട്ട് ആൻഡ് സ്മൂത്ത് കളർ OS 16 എന്നിവയാണ് സീരീസിന്റെ ഹൈലൈറ്റ്. സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി 50 MP അൾട്രാ വൈഡ് സെൽഫി ക്യാമറ സഹിതമാണ് റെനോ 16 വിപണിയിലെത്തിയിരിക്കുന്നത്. IP66, 68, 69, 69K റേറ്റിംഗ് ഉള്ളവയാണ് ഈ ഫോണുകൾ. അതിനാൽ വെള്ളം, പൊടി എന്നിവയിൽ നിന്നും മികച്ച സംരക്ഷണം നൽകുന്നു. മൈജിയുടെ നേതൃത്വത്തിലാണ് റെനോ 16 AI സീരീസ് പുറത്തിറക്കിയത്. പഴയ ഫോണുകൾ ഏറ്റവും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് ചെയ്ത് മികച്ച ഓഫറിൽ പുതിയ ഫോൺ വാങ്ങാൻ സാധിക്കും. മൈജിയുടെ 150-ൽ പരം ഷോറൂമുകളിൽ നിന്ന് ഈ ഫോണുകൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യെസ്സോ നായിക് കൊല്ലം അമൃതപുരിയിലെ മാതാ അമൃതാനന്ദമയി മഠവും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസും സന്ദർശിച്ചു. രാവിലെ അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിലെത്തിയ മന്ത്രിയെ സർവകലാശാല അധികൃതരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു. അമൃത സ്കൂൾ ഓഫ് ബിസിനസിന്റെ 18ാം ബാച്ചിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി. തുടർന്ന് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയും അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും സംവദിക്കുകയും ചെയ്തു. ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വിവിധ ഗവേഷണ ലാബുകളും സെന്ററുകളും സന്ദർശിച്ച മന്ത്രി സർവകലാശാല അധികൃതരിൽ നിന്ന് ഗവേഷണ പ്രവർത്തനങ്ങളെയും അക്കാദമിക് പദ്ധതികളെയും കുറിച്ച് ചോദിച്ചറിഞ്ഞു. വിവിധ ലാബുകളുടെയും ഗവേഷണ കേന്ദ്രങ്ങളുടെയും പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തി. ശേഷം അമൃതാനന്ദമയി മഠത്തിലെത്തിയ ശ്രീപദ് യെസ്സോ നായിക് സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ച് കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അമൃതപുരിയിൽ നിന്ന് മടങ്ങിയത്. 2 കിഡ്നികളുടെയും പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. ശസ്ത്രക്രിയയ്ക്ക് ചിലവ് ഭീമമായ തുക. ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ കഴിയാതെ ദുരിത ജീവിതം തള്ളി നീക്കുകയാണ് ആലപ്പുഴ പഴവീട് സ്വദേശി ജസ്റ്റിൻ പീറ്റർ. 29 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ വേണ്ടത് കരുണ നിറഞ്ഞ മനസ്സുകളുടെ പിന്തുണയാണ്. ജസ്റ്റിൻ പീറ്റർ വെറും 29 വയസ്സ് മാത്രമായിരുന്നു അവന് പ്രായം. പഠനത്തിൽ മികവ് പുലർത്തി ഇൻഫോ പാർക്കിൽ ജോലി നേടിയ അവന് ജീവിതം പ്രതീക്ഷകളുടേതായിരുന്നു. പക്ഷേ വിധി അത് കണ്ട് സന്തോഷിച്ചില്ല. ജോലിക്ക് കയറി പ്രൊബേഷൻ പീരീഡ് കഴിയും മുൻപേ വിധി രോഗത്തിൻ്റെ പേരിൽ അവനെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. ആദ്യം കാഴ്ച മങ്ങി തുടങ്ങി. പിന്നീട് ചികിത്സ തേടിയപ്പോൾ അറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന വിവരം. ജസ്റ്റിൻ്റെ 2 കിഡ്നിയും പൂർണ്ണമായും തകരാറിലായിരിക്കുന്നു. ഞെട്ടലോടെയാണ് കുടുംബം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടത്. അവർ അവനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ കഷ്ടപ്പെട്ടെങ്കിലും ഇന്ന് അവന് വേണ്ടിവരുന്ന ചികിത്സാ ചിലവ് കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. മരുന്നിന് 1 മാസം മാത്രം ചിലവാകുന്നത് 16,000 രൂപ. അയൽവക്കത്തുള്ളവരും നമ്മുടെ റിലേറ്റീവ്സും അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ തന്ന പൈസയ്ക്കാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തിയത്. പിന്നെ ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ചാണ് 2 വർഷത്തോളം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡോക്ടർമാരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് നമ്മളെടുത്തപ്പോൾ 45 ലക്ഷം രൂപയാകും നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ. അതിൽ നമ്മൾ ഇവിടെ ഒരു പിരിവ് പോലെ നടത്തിയായിരുന്നു നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളിലൊക്കെ. അപ്പം 16 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ബാക്കി അതിൻ്റെ പോസ്റ്ററൊക്കെ ഓരോ സ്ഥലത്തൊക്കെ അയച്ച് ബാക്കി എല്ലാവരും അയച്ച് ഇപ്പം നിലവിൽ 22.5 ലക്ഷം രൂപയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പൈസ കൂടെ കിട്ടിയാൽ അതിൻ്റെ ട്രാൻസ്പ്ലാന്റും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ അതുകൂടാതെ ഇപ്പോഴും നമുക്ക് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും സന്മനസ്സുള്ളവരൊക്കെ സഹായിച്ചിട്ടാണ് അത് നടന്നു പോകുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടതാകട്ടെ 45 ലക്ഷം രൂപ. കിഡ്നി പണിമുടക്കിയതിന് പുറമെ ട്യൂബർക്യുലോസിസും പിടിപെട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. പ്രായം ചെന്ന അച്ഛനും അമ്മയും കൂടാതെ ജ്യേഷ്ഠ സഹോദരൻ ജാക്സൺ സ്വകാര്യ കമ്പനിയിൽ തൊഴിലെടുത്തു കൊണ്ടുവരുന്നത് മാത്രമാണ് വീടിൻ്റെ ഏക ആശ്രയം. നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് സമാഹരിച്ച തുകയാകട്ടെ പകുതി പോലുമായിട്ടില്ല. ചികിത്സയ്ക്ക് ഇനിയും വേണം ലക്ഷങ്ങൾ. പക്ഷേ ഇപ്പോഴും വിധിയെ ചിരിച്ചുകൊണ്ട് നേരിടുകയാണ് ജസ്റ്റിൻ. ഫിസ്റ്റുല ചെയ്ത് കൈയും കഴുത്തുമെല്ലാം മുറിപ്പാടുകൾ കൊണ്ട് നിറഞ്ഞു. ജീവിതം ചെറുപ്രായത്തിൽ തുലാസിൽ നിൽക്കുമ്പോഴും അവൻ പ്രതീക്ഷ കൈവിടുന്നില്ല. ഏതെങ്കിലും ഒരു സ്നേഹസ്പർശം തൻ്റെ നേർക്ക് തിരിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരികെ എത്താമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് അവൻ്റെ ജീവിതം.
ജീവിതത്തിൻ്റെ ഒരു സുവർണകാലം ആഘോഷിക്കേണ്ടെന്ന ഒരു ചെറുപ്പക്കാരൻ ജീവന് വേണ്ടി കേഴുമ്പോൾ മനസാക്ഷിയുള്ളവർക്ക് അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ആ ചെറുപ്പക്കാരൻ്റെ ജീവന് വേണ്ടി നമുക്കും കൈകോർക്കാം. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. ജസ്റ്റിന് വേണ്ടത് നമ്മുടെയൊക്കെ പിന്തുണയും സഹായവുമാണ്. നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ജസ്റ്റിന് നൽകിക്കഴിഞ്ഞാൽ ആ യുവാവിനെ തിരികെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു കാലത്ത് 100 കണക്കിന് കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമം, കൃഷിയും മത്സ്യബന്ധനവും ജീവിതമാർഗമായിരുന്ന നാട്. ഇന്ന് അവിടെ അവശേഷിക്കുന്നത് ഖനനം ചെയ്ത കുഴികളും മണൽ കൂനകളും മാത്രമാണ്. കരിമണൽ ഖനനത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകളായി വലിയ മാറ്റങ്ങൾക്ക് സാക്ഷിയായ കൊല്ലം പൊന്മന. വികസനവും പരിസ്ഥിതിയും ജനങ്ങളുടെ ജീവിതാവകാശവും തമ്മിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോൾ പൊന്മന ഇന്ന് കരിമണൽ ഖനനത്തിന്റെ വേദനിപ്പിക്കുന്ന ബാക്കിപത്രമായി മാറിയിരിക്കുകയാണ്. കരിമണൽ ഖനനത്തിന് രാജ്യത്തിന് വിലപിടിപ്പുള്ള ധാതുസമ്പത്ത് നൽകുന്ന മേഖലയെന്ന വിശേഷണമുണ്ട്. എന്നാൽ അതേ ഖനനം ഒരു ഗ്രാമത്തിന്റെ ഭൂപടവും ജനജീവിതവും എങ്ങനെ മാറ്റിമറിച്ചു എന്നതിന്റെ തെളിവാണ് കൊല്ലം പൊന്മന. കൊല്ലം ജില്ലയിലെ തീരദേശ ഗ്രാമമായിരുന്നു പൊന്മന. കൃഷിയും മത്സ്യബന്ധനവും ഉപജീവനമാക്കി 100 കണക്കിന് കുടുംബങ്ങൾ ജീവിച്ചിരുന്ന നാട്. കാലം കടന്നപ്പോൾ കരിമണൽ ഖനനം ഈ പ്രദേശത്തിന്റെ മുഖം മാറ്റി തുടങ്ങി. ധാതുസമ്പത്ത് തേടിയുള്ള ഖനനത്തിനായി ഭൂമി ഏറ്റെടുത്തതോടെ നിരവധി വീടുകളും കൃഷിഭൂമികളും ഇല്ലാതായി. തലമുറകളായി ജീവിച്ചിരുന്ന മണ്ണ് വിട്ട് പല കുടുംബങ്ങൾക്കും മറ്റിടങ്ങളിലേക്ക് മാറേണ്ടി വന്നു. ഓൾറെഡി ആൾക്കാരും ആ താമസം മാറി, ഈ സംസ്കാരം തന്നെ ഇല്ലാതായി. പ്രത്യേകിച്ച് മത്സ്യബന്ധനമാണ് ഈ മേഖല പ്രധാനപ്പെട്ട വരുമാനമാർഗം. ആ മേഖലയിൽ ഒരു വള്ളത്തിൽ ഇപ്പോൾ പോകണമെങ്കിൽ ശരാശരി 3-4 ഈ വെള്ളനാരത്ത് പ്രദേശത്തുള്ള ഈ പ്രദേശം ആൾക്കാർ കാണത്തുള്ളൂ. ബാക്കിയുള്ള ബംഗാളികളും മറ്റുള്ള ആൾക്കാർ മറ്റുള്ള മേഖല അക്കരെയുള്ള പ്രദേശങ്ങളിൽ പോയി പല പല മേഖലയോട്ട് ആൾക്കാർ മാറിപ്പോയി. പൊന്മനയില്ല. പൊന്മന 1-2 വീടല്ലേ ഉള്ളൂ പൊന്മന. ഒരു കാലത്ത് മനുഷ്യജീവിതം നിറഞ്ഞിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് കാണുന്നത് ഖനനം ചെയ്ത കുഴികളും മണൽക്കൂനകളും മാത്രം. പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും മാറി. കൃഷിയിടങ്ങൾ കുറഞ്ഞു. ജലസ്രോതസ്സുകൾക്ക് മാറ്റമുണ്ടായി. തീരദേശത്തിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ തകർന്നു. അതേസമയം രാജ്യത്തിനാവശ്യമായ അപൂർവ ധാതുക്കൾ ലഭിക്കുന്നതിലും തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിലും കരിമണൽ ഖനനത്തിന് നിർണായക പങ്കുണ്ടെന്നാണ് അധികൃതരുടെ നിലപാട്. വികസനത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുമ്പോഴും നഷ്ടപ്പെട്ട ജീവിതവും സ്വന്തം നാടും തിരിച്ചു കിട്ടില്ലെന്ന വേദനയാണ് പല കുടുംബങ്ങളും ഇന്നും പങ്കുവയ്ക്കുന്നത്. ഇതിപ്പോൾ മണ്ണെടുക്കാണ് കുഴിച്ച് വെള്ളം നമ്മൾ ഈ മോട്ടർ വെച്ച് വെള്ളം അടിക്കുകയാണ്. ഒരു പൈപ്പ് ഇവിടെ 16,000 മരണായിക്ക് ഒരു കൊടുക്കേണ്ടത്. ഈ വെള്ളം ഒരു കുടിവെള്ളം പോലെ കിടത്തിൽ ഈ മോട്ടർ വെച്ച് അടിച്ച് പറ്റിക്കുമ്പോൾ ഇവിടെ പ്രദേശം മൊത്തം പോവുകയാണ്. ചോദിക്കാനും പറഞ്ഞ പരത്തിൽ നാട്ടുകാരും അവരുടെ കാളാണ്. വാരിയെടുത്ത ഓരോ പിടി കരിമണലും സാമ്പത്തിക നേട്ടമായി മാറിയപ്പോൾ അതിന്റെ മറുവിലയായി നഷ്ടമായത് ഒരു ഗ്രാമത്തിന്റെ ഭൂപ്രകൃതിയും ജനങ്ങളുടെ ജീവിതവുമാണെന്ന് പൊന്മനയുടെ അനുഭവം ചൂണ്ടിക്കാട്ടുന്നു. വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിയെയും ജനങ്ങളുടെ ജീവിതത്തെയും ഒരുപോലെ സംരക്ഷിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പൊന്മന. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാൻ ഭാര്യയോട് DNA പരിശോധന ആവശ്യപ്പെടുന്നത് മാനസിക പീഡനമാണെന്ന് കോടതി. ചെന്നൈ സ്വദേശികളുടെ വിവാഹം റദ്ദാക്കിയ കുടുംബ കോടതി വിധിക്കെതിരെ ഭർത്താവ് നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കുട്ടിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുക, ഭാര്യയോട് DNA പരിശോധനയ്ക്ക് വിധേയയാകാൻ ആവശ്യപ്പെടുക എന്നിങ്ങനെയുള്ള പെരുമാറ്റം ഭാര്യയ്ക്കുണ്ടാകുന്ന മാനസികാഘാതം വളരെ വലുതാണെന്നും അത് ക്രൂരതയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിവാഹ സമയത്ത് വധുവിന് വീട്ടുകാർ നൽകുന്ന സ്വർണം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഭാര്യയുടെ മാത്രം സ്വത്തായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഭാര്യയ്ക്ക് വിവാഹമോചനം അനുവദിച്ച കുടുംബ കോടതി വിധി ശരിവെച്ച ഹൈക്കോടതി വിവാഹ സമയത്ത് നൽകിയ ആഭരണങ്ങൾ മുഴുവൻ 4 ആഴ്ചയ്ക്കുള്ളിൽ മടക്കി നൽകണമെന്നും ഉത്തരവിട്ടു. UAE-യുടെ പ്രകൃതി ഭംഗിയും ജൈവ വൈവിധ്യവും ലോകത്തിനു മുന്നിൽ കൂടുതൽ ശ്രദ്ധേയമാകാൻ ഒരുങ്ങുകയാണ്. ലോക പൈതൃക പട്ടികയിൽ ഔദ്യോഗികമായി ഇടം പിടിക്കുന്നതോടെ UAE-യുടെ പരിസ്ഥിതി ടൂറിസം മേഖലയ്ക്ക് വലിയ വളർച്ചയ്ക്ക് വഴിതിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഫുജൈറയിലെ പ്രശസ്തമായ വാദി ബുറൈയെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു. UAE-യിലെ ആദ്യത്തെ സംരക്ഷിത പർവ്വത മേഖലയായ വാദി ബുറൈയ അതിന്റെ അതുല്യമായ പ്രകൃതി സൗന്ദര്യവും സമ്പന്നമായ ജൈവ വൈവിധ്യവും കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. പരുക്കൻ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നീരുറവുകളും വെള്ളച്ചാട്ടങ്ങളും ഈ പ്രദേശത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്.
വർഷം മുഴുവൻ ജലപ്രവാഹം നിലനിൽക്കുന്ന UAE-യിലെ അപൂർവ പ്രദേശങ്ങളിലൊന്നായ വാദി ബുറയ്യ നിരവധി അപൂർവ സസ്യജന്തു വൈവിധ്യങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. യുനെസ്കോയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കാൻ ആവശ്യമായ വികസന സംരക്ഷണ പദ്ധതികൾ ഫുജൈറ ഭരണകൂടം നേരത്തെ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ലോക പൈതൃക പട്ടികയിൽ ഔദ്യോഗികമായി ഇടം പിടിക്കുന്നതോടെ UAE-യുടെ പരിസ്ഥിതി ടൂറിസം മേഖലയ്ക്ക് വലിയ വളർച്ചയ്ക്ക് വഴിതെളിക്കുമെന്നാണ് വിലയിരുത്തൽ. ലോകമെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികളെയും ഗവേഷകരെയും വിനോദസഞ്ചാരികളെയും കൂടുതൽ ആകർഷിക്കാൻ ഫുജൈറയ്ക്ക് ഇതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, ദുബായ്. ഈ റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.